പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സർവ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സർവ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സർവ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സുഖസായകർത്താവേ, തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായിലേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമനാഥാവിൻ മഹിമ
ഉള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായിലേക്കും സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായിലേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന്റെ തുക വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായിലേക്കും എന്റെ സഹോദരരെ, പുറപ്പാട് പുസ്തകത്തിലുള്ള വായന 34 അധ്യായം 1 മുതൽ 9 വരെ ദിവസങ്ങൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കല്പലക ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ് മലമുകളിൽ എന്റെ മുൻപിൽ നീ സന്നിഹിതനാകണം. ആരും നിന്നോട് വെച്ച് കയറുവരുത്. മലയിലെങ്ങും ആരും ഉണ്ടാവുകയും വരുത്. മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. ആദ്യത്തേതുപോലുള്ള 2 കല്പലക മോശെ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കല്പലകൾ കയ്യിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവിന് തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവൻ നിന്നകാലം പ്രഘോഷിച്ചുകൊണ്ട് അവന്റെ മുന്നിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിന് വിമുഖൻ, സ്നേഹത്തിനും വിശ്വസ്തതയിലും അതികാതരൻ, തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്കും മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലവിളിച്ച് കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങയെ സംപ്രീതനെങ്കിൽ കർത്താവേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുഷ്ടാട്ടിക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങൾ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവിന് സ്തുതി. സകലേശ നിന്നോട് സമനായി വേറില്ലൊരു ദൈവം. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൻ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം ഇന്നീ വേദികയിൽ. നിന്നുടെ സൃഷ്ടികളാം ജനതകളഖിലം നിൻ സന്നിധി ചേരുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ
പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം ഇന്നീ വേദികയിൽ. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. എന്റെ സഹോദരരെ, വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വായന 21-ാം അധ്യായം 1 മുതൽ 7 വാക്യങ്ങൾ. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ വീടുകളിൽ നിന്ന് കണ്ണീർ തുറച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനി ദുഃഖമോ മുറിവുകളെയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് പകരമായിരിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗമേ, വചനമായ ജീവനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ
കർത്താവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശ്രമിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിനെ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്നെ ഭാര്യയെ സ്വീകരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ നമ്മിൽ രൂപപ്പെടട്ടെ. ഈശോയെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബങ്ങളെ, ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത ഞായറാഴ്ച യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പ്രതിപാദിച്ചുകൊണ്ട് സുവിശേഷം ആരംഭിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലേക്കാണ് അവന്റെ ജനനം കൊണ്ടുചെന്നിരിക്കുകയാണ്. കാരണം കന്യക ഗർഭം ധരിക്കുകയാണ്. അസാധ്യമായ സംഭവം, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ സംഭവ്യമാകുന്നു. അസാധ്യമായ സംഭവമായതിനാൽ തന്നെ അതിനെ പൂർണ്ണമായും ഗ്രഹിക്കുവാനായിട്ട് യോസേഫ് പിതാവിന് സാധിക്കുന്നില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ യോസേഫ് പിതാവ് തീരുമാനിക്കുകയാണ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട്. രഹസ്യമായി ഉപേക്ഷിക്കുവാനായി തീരുമാനിക്കുമ്പോൾ മറ്റൊരു വ്യവസ്ഥ കൂടി യോസേഫ് പിതാവ് വയ്ക്കുകയാണ്. അവർ അപമാനിതയായിക്കൂട. നിയമാവർത്തന പുസ്തകം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹ നിശ്ചയത്തിന് ശേഷം ഗർഭിണിയായി അവൾ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം എന്നാണ് നിയമം. അവൾ ഒരിക്കലും അപ്രകാരം ഒരു മാനഹാനി സംഭവിക്കരുത് അവൾക്ക് എന്ന വലിയ നീതിബോധം അല്ലെങ്കിൽ വലിയ ഔദാര്യം, കാരുണ്യം യോസേഫ് പിതാവിനുണ്ടായിരുന്നു. അത് സുവിശേഷൻ വ്യക്തമാക്കുകയാണ്. അവർ അപമാനിതയായിക്കൂടായിരുന്നു. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു യോസേഫ് പിതാവിനും രൂപപ്പെടുകയായിരുന്നു. കാരുണ്യത്തിൻ്റെതായ വലിയ ഒരു മാനം, വലിയൊരു കാഴ്ചപ്പാട് യോസേഫ് പിതാവിന് നമ്മൾ കാണുവാനായി സാധിക്കും. അവളെ അപമാനിതയാക്കാതിരിക്കണമെങ്കിൽ ആ ഭാരം താൻ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുവാനായിട്ട് യോസേഫ് പിതാവ് തയ്യാറാകുമ്പോഴും ദൈവേശ്വരനായിട്ട് കാത്തോർക്കുന്ന യോസേഫ് പിതാവിനെ നമുക്ക് കാണുവാനായി സാധിക്കും. അവൻ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുക. മറ്റൊരു വാക്കിൽ പറയാം, പ്രശ്നങ്ങളിൽ ദൈവസ്വരത്തിനായിട്ട് കാതോർക്കുന്ന, അപമാനിതയാക്കേണ്ടിടത്ത് അവളെ അപമാനിതയാക്കാതെ അവളെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്ന യോസേഫ് പിതാവിനെയാണ് നാം കാണുക. പ്രതിസന്ധികളിൽ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്ന യോസേഫ് പിതാവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേഫ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരിലുണ്ടായിരുന്നത് കൊണ്ട് യോസേഫ് പിതാവ് ദൈവദൂതൻ കൽപ്പിച്ചത് പൂർണ്ണമായിട്ടും
അവൻ നിദ്രയിൽ ഉണർന്ന് കർത്താവ് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അവിടെ ക്രിസ്തു രൂപപ്പെടുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവസ്വരം ശ്രമിക്കുവാനായിട്ട്, ദൈവേഷ്ടം നിറവേറ്റുവാനായിട്ട്, ക്രിസ്തുവിന്റെ ചൈതന്യം ആർജിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മിലും രൂപപ്പെടുക. ഇവിടെ യൗസപിതാവ് പഠിപ്പിക്കുന്ന വലിയ പാഠമുണ്ട്. യൗസപിതാവിനെ സംബന്ധിച്ചിടത്തോളം മറിയത്തെ അവന് നിഷ്പ്രയാസം ഉപേക്ഷിക്കാമായിരുന്നു. എന്നാൽ കാരുണ്യം കാണിക്കുകയാണ്. അവർ അപമാനിതയായി കൂടാ എന്ന് തീരുമാനിക്കുകയാണ്. ഈ പാഠം അവന്റെ ജീവിതത്തിലും അവൻ പ്രാവർത്തികമാക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപിനിയായ സ്ത്രീയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നിയമപ്രകാരം അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം എന്ന് കൊണ്ടുവന്നവർ പറയുകയാണ്. തീർച്ചയായും ഈശോ തന്റെ പിതാവായ ഔസപിതാവിനെ ഓർത്ത് കാണും, അമ്മയെ ഓർത്ത് കാണും. അന്ന് ഔസപിതാവ് അമ്മയെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഞാനുണ്ടായിരുന്നില്ല, മാതാവുണ്ടാകുമായിരുന്നില്ല. ആശങ്ക കൊണ്ട് തന്നെ ആയിരിക്കണം ഔസപിതാവ്, ആശങ്ക കൊണ്ട് തന്നെയായിരിക്കണം ഈശോ പാപിനിയായ സ്ത്രീയോട് കരുണ കാണിച്ചത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത്. അവൻ നിലത്തെഴുതിയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് നിലത്തെഴുതിയത് എന്ന് സുവിശേഷം വ്യക്തമാക്കുന്നില്ല. തീർച്ചയായും ആ നിലത്തെഴുതിയത് യൗസേപ്പിനായിരിക്കണം. അവന്റെ മകനായ ഞാൻ അവനെ പോലെ കരുണ കാണിക്കണം എന്നതായിരിക്കണം. വീണ്ടും നമുക്ക് കാണുവാനായി സാധിക്കും. സുവിശേഷം വ്യക്തമാക്കുകയാണ് യൗസപിതാവിനോട് ഈശോ എന്ന് അവന് പേര് നൽകണമെന്ന്. സാധാരണഗതിയിൽ പേരിലാണ് നാം ഓരോരുത്തരും അറിയപ്പെടുക. ഈശോ എന്ന് പേര് നൽകുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം അനുസരിച്ച് അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തുകയാണ്. പേരിനനുസരിച്ച് അറിയപ്പെടുന്നതാണ്. ഈശോ എന്ന് അറിയപ്പെടും എന്നതിന് പകരം എമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടുമെന്ന് സുവിശേഷം പറയുകയാണ്. ഈശോ എന്നത് അവന്റെ പേര്, എമ്മാനുവേൽ എന്നത് അവന്റെ സ്വഭാവവുമാണ്. എന്നേക്കും നമ്മളോടൊപ്പം വസിക്കുവാനായിട്ട് ഭൂമിയിൽ അവതരിച്ച ദൈവം, പീഡാസഹന മരണ ഉത്ഥാനത്തിന് ശേഷം അപ്പമായി നമ്മളോടൊപ്പം വസിക്കുന്ന ആ ദൈവം, ആ ദൈവത്തെ കാണുവാനായിട്ട്, ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ആ ദൈവത്തോടൊപ്പം ചേരുവാനായിട്ട്, ആ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും ബലിയർപ്പിക്കുന്നത്. ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം നമ്മോടുകൂടി. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും യൗസപിതാവിനെ പോലെ ദൈവം നമ്മോടുകൂടി എന്ന് ചിന്തിക്കുവാനായിട്ട്, ആ ബോധ്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണം. യൗസപിതാവിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യങ്ങളിൽ വളരുകയായിരുന്നു. ബോധ്യങ്ങളിൽ വളർന്നപ്പോൾ യൗസപിതാവ് ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവിത പ്രതിസന്ധികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ദൈവസ്വരത്തിനായി നാം ഓർക്കുവാനായിട്ട്, ക്രിസ്തു എന്നിൽ രൂപപ്പെടണമെന്ന് ചിന്തിക്കുവാനായിട്ട്, എന്നേക്കും എന്നോടൊപ്പം വസിക്കുന്ന ദൈവം എന്നോടൊപ്പമുണ്ട്, എമ്മാനുവേൽ നമ്മളോടൊപ്പമുണ്ട് എന്ന് ചിന്തിക്കുവാനായിട്ട്, ബോധ്യങ്ങൾ വളർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ പാപം
പാപമോചനം രക്ഷയും നൽകാൻ ഞങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ കാത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രക്ഷിക്കണമേ, നിന്നെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ മിശിഹായെ ഞങ്ങൾ അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സുഖത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യ വംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ദൈവസ്നേഹം ചൈതന്യങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഹോദരനെ നമ്മുടെ തലവനായ മാറിയ പൈതാലകന്മാർക്കാപ്പെ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ മെത്രാപ്പൊലീത്തായെ ഞങ്ങളുടെ വികാരിമാർ ജോസഫ് മെത്രാപ്പൊലീത്തായെ ഞങ്ങളുടെ മറ്റെല്ലാ മിത്രാന്മാരെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളോരോരുത്തരെയും താഴ്ത്തുകൊണ്ട് സന്മാനം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടികളെ കർത്താവിന്റെ കൃപയാൽ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകദൈവമേ, വിശ്വസിപ്പുമധ്യരാ ഞങ്ങൾ അങ്ങയിൽ Thank you.
സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും അനാഥമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എന്നുള്ളിൽ വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സഹയം നാഥ പൊറുക്കേണമേ.
സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ.
അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ രക്തവും കടങ്ങളുടെ പുറത്തേക്ക് അറിയുക. കഴിഞ്ഞ സ്വകാഴ്ച 10,429 രൂപ, ഹിന്ദി കുർബാന 7,603 രൂപ, സെയിന്റ് ജൂസ് സേലാൻഡ് സ്കൂൾ മീറ്റുകളുടെ കാഴ്ച സമർപ്പണം 910 രൂപ, 3ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കൾ അധ്യാപകർ 1,370 രൂപ. ഇന്ന് 2 മണിക്കൂറിൽ ജനപ്രിയമുണ്ടായി ക്രിസ്മസോടനുബന്ധിച്ച് ക്ലീനിങ് നടത്താവുന്നതാണ്.
ദയവായിട്ട് സാധിക്കുന്നവരെല്ലാവരും കണ്ണടയും അഭ്യർത്ഥിക്കുന്നു. 3 മണി മുതൽ 6 മണി വരെയായിരിക്കും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കുമ്പസാരം. ഒരുങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിൻസിറ്റി പോളിൻ്റെ ധനശേഖരണം കേക്ക് വേള ഈ കുർബാനയോടനുബന്ധിച്ചുണ്ടായിരിക്കും. ഇതിനകം ഓർഡർ നൽകിയിരിക്കുന്നവർക്ക് ഓർഡർ പ്രകാരം കേക്ക് ഭവനങ്ങളിൽ എത്തിച്ചു നൽകുന്നതായിരിക്കും. 23-ാം തീയതി 5:47 ഉണ്ണീശോയുടെ രൂപം വെഞ്ചരിച്ച് തുടർന്ന് ഭവനങ്ങളിലേക്ക് കരോൾ പോകുന്നതായിരിക്കും. സെന്റ് തോമസ് കോളേജ് യൂണിറ്റ് ഇന്ന് 5 മണിക്ക് തളിയം ചാക്കോയുടെ വസതിയിൽ വെച്ച്, സെന്റ് മദർ തെരേസ കോളേജ് യൂണിറ്റ് ഇന്ന് 4 മണിക്ക് റോജേഴ്സ് പാണപ്പള്ളിയുടെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. 24-ാം തീയതി ബുധനാഴ്ച വിഷ്ണു കുർബാന നൊവേന രാവിലെ ആയിരിക്കും. വൈകിട്ട് 9:30 സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ആവിഷ്കാര നേതൃത്വത്തോടുകൂടി ഉള്ള ക്രിസ്മസ് കരോൾ ഗാന മത്സരം സ്റ്റേജിൽ വെച്ച് നടക്കുന്നതാണ്. തുടർന്ന് 10 മണിയോടനുബന്ധിച്ച് ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. 25-ാം തീയതി രാവിലെ 7 മണിക്ക് മറ്റൊരു കുർബാനയായിരിക്കും. സെമിത്തേരി നിർമ്മാണത്തിന്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി തന്നു തീർക്കാത്ത പൈസ തന്നു തീർക്കണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഡിസംബർ മാസമാണ്. മാസവരിയിൽ നൽകി തീർക്കാത്തവരുണ്ടെങ്കിൽ നൽകി തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചാൾസ് മോറൻ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് മോൺസ്റ്റാർ ഓട്ടിസം സെന്ററിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വളരെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തപ്പെടുന്നുണ്ട്. ജനുവരി മാസം 18-ാം തീയതിയാണ് ചിക്കൻ ബിരിയാണി ചലഞ്ച് നടത്തുക. 140 രൂപയാണ് മോൺസ്റ്റാറിലെ കുട്ടികൾക്ക് പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് അവർ അഡ്മിഷൻ എടുക്കുക. അവരുടെ ടീച്ചേഴ്സിന് സഹായം കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ധനശേഖരണമാണ് കൊടുക്കുക. നമ്മുടെ ഓരോ ബിരിയാണി കഴിക്കുന്ന ഒരു ഭക്ഷണവും തീർച്ചയായിട്ടും അവർക്കൊരു മുതൽക്കൂട്ടമായിരിക്കും. അതുകൊണ്ട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പരിശുദ്ധ വെച്ച് ജനുവരി മാസം 18-ാം തീയതി രാവിലെ 6:30 മുതൽ 12 മണി വരെയായിരിക്കും കൂപ്പൺ വിതരണം നൽകുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമക്കളാകുവാനും പാപാന്തകത്തിൽ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുമനസ്സായ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയെ അങ്ങേ സ്വീകരിക്കുവാനും ഞങ്ങൾ സത്യത്തിന് സ്നേഹത്തിൽ വ്യാപരിച്ച് ലോകത്തിൽ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുന്നതിന് കൃപ നൽകണമേ. സകലത്തിനെയും നാഥായി നീക്കും. പൂജിത
എന്നേക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരദാനങ്ങളും അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തിൽ പരസ്നേഹത്തിൽ ഞങ്ങൾ നിറയണമേ. ഉന്നതമായ ആകാശത്തെ പോലെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ അവിടെ തന്നെ ആലയം നിർമ്മിച്ചു എന്ന സങ്കീർത്തന വചനത്തിൽ ആശ്രയിച്ച് ദൈവാരാധനയ്ക്കും സ്തുതിക്കും വചനാനുബോധനമായി പുതിയ ദേവാലയം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകോദര സഹോദരങ്ങളെ പോലെ കർത്താവിന്റെ ദേവാലയം പണിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഇഷ്ടാനുസരണമായി ദേവാലയ നിർമ്മാണം നടത്തുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരെ കാത്തു പരിപാലിക്കണമേ. എല്ലാ സഹോദരങ്ങളെയും അവിടെ നന്മയാ സഹായിക്കണമേ. വിശ്വാസപിതാവിന്റെ നാമധേയത്തിലുള്ള ഞങ്ങളുടെ ദേവാലയ നിർമ്മാണത്തിന് സാമ്പത്തികമായി സഹായിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ ഈ ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ദൈവാരാധനയ്ക്കായി സമർപ്പിക്കുന്നതിനും പരിശുദ്ധ സഹായമാതാവ് വിശ്വാസപിതാവ് വിശാഖോണീസ് വിശുദ്ധ തോമാസ്ലിഹായി വിശുദ്ധാസ്ലിഹായി വിശുദ്ധ വിശുദ്ധ സഹതായി വിശുദ്ധായമാലാകെ ഞാൻ പ്രാർത്ഥനകൾ ദൈവസന്നിധി സമർപ്പിച്ച് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന് ആലയം പണിയുവാൻ തുടങ്ങിയ ദൈവവചനത്തെ